സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ, ഓ ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമുള്ള ദിവസം കേട്ടോ. സാറിനൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസാ? സർപ്രൈസ് കേട്ടാ സാറ് കിടങ്ങും. എന്താന്ന് വെച്ചാ പറയടോ. അത് പറയണതിന് മുമ്പ് എനിക്ക് ലീവ് വേണം. എപ്പോ നോക്കിയാലും ലീവ് 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 എന്ന്. ലീവ് തരുന്ന പ്രശ്നമില്ല. താൻ സർപ്രൈസ് എന്താ വെച്ചാ പറ. സാറേ അങ്ങനെ ക്രൂരനാവല്ലേ സാറേ, എനിക്ക് ലീവ് തരണം. എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ. ലീവ് തരുന്ന പ്രശ്നമില്ല. താൻ എപ്പോഴും ഇതന്നെ പരിപാടി, അതുകൊണ്ട് ലീവ് തരൂല. സർപ്രൈസ് എന്താ വെച്ചാ പറ. സർപ്രൈസ് എന്താന്ന് പറയാം. സർപ്രൈസ് കേട്ടാ സാറ് കിടങ്ങും. പറയടോ. പക്ഷെ എനിക്ക് ലീവ് വേണം സാറേ. ലീവ് തരൂല. ലീവ് തരാൻ പറ്റില്ല സാറേ. ഒരു കാര്യം പറയാം, ലീവ് ഞാൻ തരില്ല. സർപ്രൈസ് പറയാൻ പറ്റുമോ പറ. സാറേ, എന്റെ ഭാര്യ പ്രസവിച്ച് എനിക്ക് കുട്ടിനെ പോയി കാണണ്ടേ. 20 ദിവസത്തെ ലീവ് എനിക്ക് വേണം. 20 ദിവസത്തെ ലീവാ? ഭാര്യ പ്രസവിച്ചെങ്കിൽ 10 ദിവസത്തെ ലീവേ മാത്രമേ കൊടുക്കുള്ളൂ. 10 ദിവസം എന്റെ ഭാര്യ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. അപ്പൊ എനിക്ക് 20 ദിവസത്തെ ലീവ് വേണം. തരുന്ന പ്രശ്നമില്ല. ലീവില്ല. ലീവ് തരില്ല. ലീവ് തരില്ല തരില്ല തരില്ല. സർപ്രൈസ് പറയാൻ പറ്റുമെങ്കിൽ പറ. എന്താണ് സർപ്രൈസ്? അപ്പൊ ലീവ് തരില്ല. തരില്ല എങ്കിൽ ഞാൻ സർപ്രൈസ് പറയാം. നമ്മുടെ ഓഫീസിൽ പാമ്പ് കയറി സാറേ. ആ ഫയലിന്റെ അടിയില്. ഏത് ഫയലിന്റെ അടിയില്? ഫയലിന്റെ അടിയില്. ആ ഫയലിന്റെ അടിയിലാ? അതേത് ഫയല് സാറേ? 5 വർഷം മുമ്പ് നമ്മുടെ ലൗലി ചേച്ചി മുട്ടക്കോഴിനെ വളർത്താൻ വേണ്ടിട്ട് ഒരു അപേക്ഷ തന്നാ. ആ ഫയലിന്റെ ഇടയിലാ പാമ്പ് കയറിയിരിക്കണം. അയ്യോ, അതെന്താ ആ ഫയലിന്റെ ഇടയിൽ തന്നെ പാമ്പ് കയറി? 5 വർഷമായിട്ട് നമ്മൾ ആ ഫയലിൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാ. അതില്ല. പാമ്പിന് തോന്നിയിട്ടുണ്ട് ആ ഫയലിന്റെ ഇടയിലാണ് ഏറ്റവും സുരക്ഷിതം. അതുകൊണ്ടാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. ഒരു മണി ഫോറസ്റ്റ് ഓഫീസർ വിളിക്കാം. ഫോറസ്റ്റ് വിളിക്കണ്ട, പാമ്പിനെ ഞാൻ പിടിക്കാം സാറേ. എനിക്ക് ലീവ് അതൊന്നും കാണിക്കല്ല. ഫോറസ്റ്റുകാരെ വിളിച്ചോ. ഞാൻ പിടിക്കാം സാറേ. പിടിക്കണ്ടോ? ഹലോ ഹലോ, ഫോറസ്റ്റ് ഓഫീസ് അല്ലേ? അതെ, ഫോറസ്റ്റ് ഓഫീസാണ്. വാവയെ കിട്ടുവോ? വാവയെ കിട്ടാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസിലാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്കനവാടി ഫോറസ്റ്റ് ഓഫീസിന്റെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അയ്യോ അതല്ല, വാവ സുരേഷിനെ കിട്ടുവോന്ന്. അയ്യോ, വാവാ സുരേഷ് എന്തായിരുന്നു കാര്യം? അല്ല, ഇവിടെ ഓഫീസിലെ ഒരു പാമ്പ് കേറിയിട്ടുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടിയാ. അയ്യോ, ഈ വാവാ സുരേഷ് വേറൊരു സ്ഥലത്ത് വേറൊരു പാമ്പിനെ പിടിക്കാൻ പോയേക്കാണ്. വേറെ ദിവസം അങ്ങോട്ട് വിട്ടാ മതിയാവോ? അയ്യോ, അത്ര ഒരു പാമ്പ് വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ സാറേ. വെയിറ്റ് ചെയ്യൂലല്ലേ? അങ്ങനെയാണെങ്കിൽ വേറെ കാര്യം ചെയ്യാം. വാവാ സുരേഷ് അല്ലാതെ നമ്മുടെ ഓഫീസിന്റെ വാവാ സുരേഖ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുണ്ട് ഇവിടുത്തെ. വാവ സുരേഖ? സുരേഖ വാവാ സുരേഷിനെ പോലെ തന്നെ ഫുൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തു വെച്ചേക്കുന്ന പെൺകുട്ടി. അങ്ങനെയാണെങ്കിലോ? മതി മതി, അത് മതി. അവരൊന്നും വിട്. അയ്യോ, അതും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ? ഇന്ന് വാവായതുകൊണ്ട് വാവാ സുരേഖ വരൂല. ഓ, വാവായതുകൊണ്ട് വാവാ സുരേഖ വരൂലേ? അങ്ങനെ പറയല്ലേ. വാവ മാറ്റി എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വാവാ. സാറേ, സാറ് വാവാ വാവാ വാവാന്ന് കിടന്ന് വെക്കാതെ സാറാ വായൊന്നും നടക്കാം. അവരിങ്ങോട്ട് വന്നോളും. അതെ, ഞാൻ എപ്പോഴും പാമ്പിനെ കണ്ടത്? ഞാൻ രാവിലെ ഐശ്വര്യമായിട്ട് വന്ന് ഓഫീസ് തുറന്നതാണ്. തുറന്നു കഴിഞ്ഞപ്പോ പാമ്പ് എന്നെ നോക്കിയത് ഇങ്ങനെ നിക്കണ്. എന്നെ കണ്ടതും പാമ്പ് ഒരു ഒറ്റ ഓട്ടോട്. എന്നിട്ട് നേരെ പാമ്പ് ഓടി കോണിമേലേക്ക് കയറി. പാമ്പ് കോണിമ കയറി. അപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞുവിടറോ? ഞാൻ കരുതി പാമ്പും കോണിയും കളിക്കാൻ വേണ്ടി കയറിയതായിരിക്കും എന്നാണ്. അതിനുശേഷമാണ് ഓടി ഈ ഫയലിന്റെ അകത്ത് കയറിയത്. അയ്യോ സാറേ, അവരൊന്നും വിളിക്കണ്ട, ഞാൻ പിടിക്കാൻ. അതൊന്നും കാണിക്കല്ലേ. അയ്യോ, അയ്യോ. നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ വാവ സുരേഖ. ഞാൻ അസിസ്റ്റന്റ് ശംഖു. ശംഖു വരേൻ ടീഷർട്ട് ഇട്ടപ്പോ കറക്റ്റ് ശംഖു വരേൻ. ഞാൻ അണലിയാകും. അണലി. ആണലിയോ? ആണലില്ല, അണലി. പറ ഞാൻ കടിക്കും. ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. അതെ, എത്ര കൊടിയ വിഷമുള്ള പാമ്പാണെങ്കിലും ഞങ്ങൾ വളരെ ഈസി ആയിട്ട് പിടിക്കും. കാരണം ഞങ്ങൾക്ക് പാമ്പിനെ പേടിയില്ല. പാമ്പെങ്ങനെ മനസ്സിലായി പാമ്പ്? പാമ്പിന്റെ ഒരു ചീറ്റൽ കേട്ടില്ലേ? അയ്യോ, പാമ്പ് ഈറ്റതല്ല, ഞാൻ മൂക്കിയിട്ടതാ. തനിക്ക് മൂക്കിയിട്ടാൻ കണ്ട സമയം. ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. ഓക്കെ. അതെ, പേടികൊണ്ടല്ല, പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോ മനസ്സിലായി പേടിയില്ലാന്ന്. അതെ, ഇന്നലെ ഞങ്ങളൊരു രാജവെമ്പാലിനെ പിടിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് പോയി. ഞങ്ങളിങ്ങനെ പാമ്പിനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പാമ്പിന്റെ അടുത്തേക്ക് ചെന്നപ്പം പാമ്പ് ഞങ്ങൾ നോക്കിയിട്ട് പുച്ഛിച്ചൊരു നോട്ടം. ഇവനുണ്ടായിരുന്നോ കൂടെ? പിന്നെ ഞാൻ ഉണ്ടായില്ലേ? ഇവന്റെ സ്കിറ്റ് രാജവമ്പാല കണ്ടു കാണും. അതാണ് അതിന്റെ അത്രയും പുച്ഛം. അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ പാമ്പിനെ പിടിക്കാനായിട്ട് പതുക്കെ പതുക്കെ പാമ്പിന്റെ അടുത്തേക്ക് ചെന്നപ്പം കയ്യും കാലും കിടന്ന് വിറയ്ക്കുവാ. പാമ്പിന് കയ്യും കാലും ഉണ്ടോ? പാമ്പിന്റെ കയ്യും കാലും അല്ല, ഈ നിൽക്കുന്ന ശംഖുന്റെ. അയ്യോ, അത് പാമ്പിനെ കണ്ടല്ല. ഇറ്റ് കളിക്കുമ്പോ എപ്പോഴും കൈ കാലും അത് കണ്ട അവന്റെ കൗള് കിടന്ന് പറക്കണ. അതെ അതെ, എന്തായാലും പാമ്പിന് കയ്യും കാലും ഇല്ലാത്തത് ഭാഗ്യമായിട്ടാണ്. ഇല്ലെങ്കിൽ നടന്നു പോകുമ്പോ പിടിച്ചു നിർത്തി കടിച്ചേനെ. ഒരു കാര്യം പറയട്ടെ, പാമ്പ് എന്നെ കടിക്കൂല. എന്നെ കടിക്കില്ല. കാരണം ഒരു ദിവസം ഒരു പാമ്പ് കടിക്കാൻ വേണ്ടി എന്റെ കാലിന്റെ അടുത്ത് വന്നിട്ട് കടിക്കാതെ തിരിച്ചു പോയി. അത് പാമ്പ് തെറ്റിദ്ധരിച്ചു കാണും. നിന്റെ കാല് കണ്ടപ്പോ പാമ്പ് കരുതി കാച്ചിലിന്റെ വേരിറങ്ങിയതാണെന്ന് കരുതിട്ട് അത് കടിക്കാതെ തിരിച്ചു പോയതാണ്. ശംഖു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ ഡ്യൂട്ടിക്ക് വരുമ്പോ കയ്യും കാലും കഴുകണമെന്ന്. കഴിക്കോളാം.
അത് മാത്രമല്ല നീ അടിച്ചു നനച്ചൊന്ന് കുളിക്കാൻ നോക്ക്. ശംഖു ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ പാമ്പ് പടം പൊഴിക്കാറുണ്ടോ? ഏയ്, നല്ല സംശയം. പടം പൊളിക്കുന്നതൊന്നും പാമ്പല്ല, അത് റിവ്യൂ ഇടുന്നവന്മാരല്ലേ. അവന്മാര് നെഗറ്റീവ് റിവ്യൂ ഇടുന്നതുകൊണ്ടല്ലേ പടം പൊളിക്കുന്നത്. ഒരൊറ്റ അടി ഞാൻ വെച്ച് തരും. പടം പൊളിക്കുന്നല്ലേ ചോദിച്ചത്, പാമ്പ് പടം പൊഴിക്കാറുണ്ടോന്ന് ചോദിച്ചത്. പിന്നെ പൊഴിക്കാത്തത് അത് ഒരു ഷർട്ട് നമ്മൾ എത്ര ദിവസം ഇടും? ഒരു ദിവസം. പാമ്പിന് മുറിച്ച് എക്സ്ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓ. അങ്ങനെ പടം പൊഴിക്കുന്ന പുള്ളി. ശംഖു ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം. ഇടക്ക് നീ ഒന്ന് പടം പൊഴിക്ക്. ആ ടീഷർട്ടിനൊക്കെ എന്ത് നാറ്റോണെന്ന് അറിയാമോ? ശംഖു ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം. അതെ മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. അതെ. ചെറുപ്പം തുടങ്ങി ഈ പാമ്പ് പിടുത്തക്കാരോട് എനിക്ക് ഭയങ്കര ആരാധനയാണ്. ആണോ? അപ്പൊ ഒരു ലേഡിയായ നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ആരാധന അങ്ങ് കൂടി. ഒരുപാട് പേരുണ്ട് അങ്ങനെ പാമ്പിനെ പിടിക്കുന്ന ആ കയ്യിൽ എനിക്കൊന്ന് സ്പർശിക്കണമെന്ന് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളല്ലേ ഞാനൊന്ന് സ്പർശിച്ചോട്ടെ. ഒരു സ്പർശന സുഖമായിക്കോട്ടെ. അതിന്റെ ഇടയ്ക്ക് തന്റെ ഒരു മ്യൂസിക്കും. ഇത് മ്യൂസിക് ഇട്ടല്ല, പിന്നെ? എന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. ആണോ? ആരും വിളിച്ചാണ്. ദേ വീണ്ടും കോൾ വന്നു. കോൾ എടുക്ക്. ഹലോ. ആ ഇപ്പൊ ചോദിക്കാം. അതെ, ഒരു രാഷ്ട്രീയ നേതാവിനെ പാമ്പ് കടിച്ചു, എന്ത് ചെയ്യണമെന്ന്? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ. ഹലോ, രാഷ്ട്രീയ നേതാവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അയ്യോ, നേതാവിനല്ല, പാമ്പിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ പാമ്പ് വിഷം കയറി ചാകും. ഓ, ആ രാഷ്ട്രീയ നേതാവോട് കിടന്നോട്ടെ, പുഴി കിടന്നോട്ടെ, ആ പാമ്പിന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും കേട്ടോ. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ. താൻ ശരിക്കും പാമ്പാട്ടിയാണോ? ഞാൻ പാമ്പാട്ടിയല്ല, പക്ഷെ പാമ്പ് എന്നെ ആട്ടാറുണ്ട്. അത് വേറൊന്നുമില്ല, ഈ പാമ്പിന് കൊടുക്കാൻ പറ്റുന്ന മുട്ടയില്ലേ, അതിനടുത്ത് ഞാൻ ബുൾസൈ അടിച്ചു. ഒരു ദിവസം പാമ്പ് എന്റെ മുഖത്തൊക്കെ ഒറ്റ ആട്ടു. എന്ത് കഷ്ടാന്നല്ലോ ചോദിക്കേ. ശംഖു ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം. അതെ, പാമ്പ് ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നമ്മുടെ വീടുകളിലും വരുന്നത് ശരിയല്ല. അല്ല. അതുകൊണ്ട് പാമ്പിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എങ്ങനെ പ്രീതിപ്പെടുത്തണം? അത് നമ്മൾ 100 പാലും കൊടുക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. ആണോ? ശംഖു കൊടുക്കാറില്ലേ? അല്ല, 100 പാലും കൊടുക്കാനുള്ള ബഡ്ജറ്റ് എനിക്കില്ല, ഞാൻ 50 പാലും കൊടുക്കാറുണ്ട്. ഞാൻ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. ശംഖു ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം. ഓക്കെ. ഓക്കെ. അതെ, ഈ പാമ്പിനെ ആദ്യം ആരാ കണ്ടത്? ഞാനാ കണ്ടത്. ഏത് ഭാഗമാ കണ്ടത്? ഞാൻ കിഴക്ക് ഭാഗം കണ്ടത്. ഞാൻ പടിഞ്ഞാറ് പോകുന്നു. അയ്യോ, അതല്ല ചോദിച്ചത്. തലയാണോ വാലാണോ കണ്ടേന്ന്? വയറാണ് കണ്ടത്. ആണോ? പാമ്പിനെങ്കും ഒന്ന് വിട്ടുപിടിയാളിയാ. സാർ ഇത്രക്കാരനാണ്. അപ്പൊ ഒന്ന് പോ സാറ്, ആ അർത്ഥത്തിലല്ലത്. അതെ അതെ, നിങ്ങളൊന്ന് നിർത്തിക്കേ. ശംഖു, ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു. ഓക്കെ മാഡം. ലിഫ്റ്റിക്ക് കുറച്ച് ഓവറാണ്. കുത്തി അടിച്ച് കയറ്റിയിട്ട് വേർത്ത് പൂലിച്ച് കഴുത്തി കൂടെ ഇറങ്ങുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ. പട്ടുപോലെ മൃദുലമായി ഈ മേനിയിൽ എന്തിനാണ് വെറുതെ പൊട്ടി? ഓക്കെ കറക്റ്റാണ്. ശംഖു ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം. എന്നെ നോക്കാനല്ല പറഞ്ഞത്, പാമ്പിനെ പോയി നോക്കാൻ. അവിടെ പോലെ അവിടെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണേ, നല്ല വിഷമുള്ള പാമ്പാണോ? ഇത് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടനാണോ? സ്വർണം കെട്ടാനുള്ള ബഡ്ജറ്റ് അതിനില്ല, അതുകൊണ്ട് വെള്ളിക്കെട്ടൻ. ഓ അതെ, ഇച്ചിരി വിഷമുള്ള പാമ്പാണ്. നമ്മൾ പാമ്പിനെ പിടിക്കുന്നത് ഇച്ചിരി ശ്രദ്ധിച്ചു വേണം. എങ്ങനെ വേണം? ആദ്യം നമ്മൾ മയക്കിയിട്ടാണ് പിടിക്കേണ്ടത്. അങ്ങനെ ഒരു പണി ചെയ്താലോ? മയക്ക് വെടി വെക്ക് നാളെ വിളിക്കാം. മയക്ക് വെടി വെക്കാനായിട്ട് ഇതന്നെ ആനയാണോ? അല്ല. എടോ, പാമ്പിനെ മയക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഹേ, ആര്? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു മയക്കുകാരനുണ്ടായിരുന്നു. അയാളിപ്പോ ചത്തുപോയി. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് ഇറങ്ങി. ഈ പാമ്പിനെ മയക്കാനായിട്ട് ഈ മയക്കുകാരനെ വിളിച്ചിട്ട് ആദ്യം അയാൾ മകിടി ഊതി, പാമ്പ് മയങ്ങിയില്ല. അതിനുശേഷം ഓടക്കുഴലൂതി, പാമ്പ് മയങ്ങിയില്ല. അതിനുശേഷം കച്ചേരിക്കാരെ കൊണ്ടുവന്ന് നാദസ്വര കച്ചേരി നടത്തി, എന്നിട്ടും പാമ്പ് മയങ്ങിയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ വെഞ്ഞാറമൂട്ടിൽ നോബി മാർക്കോസിനെ കുട്ടികളിനെ കൊണ്ട് ഈ സ്കിറ്റ് കളിപ്പിച്ചു. ഇല്ല, പാമ്പ് നിന്ന് കൂവി. അവസാനം കൊച്ചിൻ കലാഭവന്റെ ഗാനമേള അവിടെ വെച്ചു. അപ്പൊ മയങ്ങിയോ? ഇല്ല, പാമ്പ് മയങ്ങുന്നില്ല. ലാസ്റ്റ് ചെയിൻ സോങ് വന്നപ്പോ പാമ്പ് പതുക്കെ 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 ഡാൻസ് കളിച്ചു തുടങ്ങി. പാമ്പ് ഡാൻസ് കളിച്ചാ? നേക്ക് ഡാൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഡാൻസ് കളിച്ച് പാമ്പ് അവിടെ വീണു. അങ്ങനെ ആ സാധനത്തിന് അയാൾ എടുത്ത് ചാക്കിലിട്ട് പോയി. മതി മതി മതി, കഥയൊക്കെ പറഞ്ഞ് നിർത്ത്. ഇങ്ങനെ കഥ പറഞ്ഞ പാമ്പിനെ പിടിക്കണ്ടേ? പെട്ടെന്ന് നോക്കണം. ശംഖു വായി നോക്കി നിൽക്കാതെ പോയി പാമ്പിനെ പിടിക്കുക. ശംഖു, മേഡമല്ലേ സീനിയർ, മേഡം പിടിക്ക്. ഞാൻ രാജവെമ്പാല പോലത്തെ വലിയ പാമ്പുകളെയല്ലേ ശംഖു പിടിക്കുന്നത്? ഇത്ര ചെറിയ പാമ്പിനെ ഞാൻ പിടിക്കാറുണ്ടോ? അങ്ങനെ പറയില്ലേ? നിങ്ങൾ കേൾക്കണം. ഞാൻ പാമ്പിനെ പിടിക്കും, കേട്ടൊക്കെ പുള്ളിക്കാരത്തേക്കും. ബിഹേവ് യുവർസെൽഫ്. മേഡം, ഞാൻ പിടിക്കില്ല മേഡം. പിടിച്ചേ പറ്റുള്ളൂ ശംഖു. പിടിക്കില്ല മേഡം. ശംഖു പിടിക്കുന്നെങ്കിൽ ഞാൻ കംപ്ലൈന്റ് പിടിക്കില്ല മേഡം, ഞാൻ പിടിക്കില്ല. നിങ്ങൾ രണ്ടുപേരും പിടിക്കണ്ട, പാമ്പിനെ ഞാൻ പിടിച്ചോളാം. പാമ്പിനെ പിടിക്കാൻ ആള് മറ്റു വിഷപ്പാമ്പാണ്. എന്റെ ജീവൻ മരണ പോരാട്ടമാണ്. താൻ വെറുതെ അബദ്ധം കാണിക്കരുത്. ഞാൻ ഡേഞ്ചർ ആയിട്ടുള്ള പാമ്പാണ്.
ഞാൻ പിടിച്ചോളാം. ഇയാൾ എന്തൊക്കെ എടാ എടാ ഇതുകൊണ്ട് അയ്യോ. ചാവട്ടെ, ചാവട്ടെ. സാറ് എനിക്ക് ലീവ് തരുമോ ഇല്ലേ? സാറ് എനിക്ക് ലീവ് തരുമോ ഇല്ലേ? ലീവ് തന്നിരിക്കുന്നു. ആ പാമ്പിനെ ഒന്ന് മാറ്റിക്കോ. ഇനി മാറ്റൂല്ല. വാക്ക് പറഞ്ഞ വാക്കല്ലേ? വാക്കാണ്. ഇനി മാറ്റൂല്ല. ഇനി മാറ്റൂല. ടീച്ചറാണ് മാറ്റുതാൻ. ഒന്ന് മാറ്റി, കടിക്കും, വിഷാണ്. പാമ്പ് കഴുത്തി കിടന്നിട്ട് ചിരിക്കുന്ന ആൾ ആദ്യമായിട്ട് കാണാം. എടോ ഈ പാമ്പ് കടിക്കില്ല. ഇത് വെറും ഡമ്മി പാമ്പാണ്. എന്റെ മൂത്ത മകൻ അച്ചുവിന്റെ റബ്ബർ പാമ്പാണിത്. അയ്യോ, അപ്പൊ എത്ര മക്കളുണ്ട്? 2 മക്കൾ, അച്ചുവും കിച്ചു. അപ്പൊ കിച്ചുവിന്റെ പാമ്പാണോ കിടക്കണേ? എവിടെ? കിച്ചുവിന്റെ പാമ്പിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അച്ചുവിന്റെ പാമ്പിനെ മാത്രം. എടോ അത് ഒറിജിനൽ പാമ്പാണട്ടോ, കളിക്കല്ലേ. കളകള ഒറിജിനൽ പാമ്പാണ്. ഇത് ഡമ്മി. ഇത് റബ്ബർ പാമ്പാണെന്ന് വില എഴുതി വെച്ചിട്ടുണ്ട്. 75 രൂപ. റബ്ബർ പാമ്പാണിത്. 75 രൂപ. അപ്പൊ ഈ പാമ്പ് ഇത് ഒറിജിനൽ പാമ്പ്. ശംഖു, behave yourself. ഓക്കെ മാഡം.